നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ചന്ദ്രനിൽ തങ്ങളുടേതായ ഒരു താവളം നിർമ്മിക്കാനുള്ള ചരിത്രപ്രധാനമായ പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ് US. എന്നാൽ അതിന് മുൻകൈയെടുക്കുന്ന നാസ ഇന്ത്യയുടെ പങ്കാളിത്തമാണ് ആഗ്രഹിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വലിയ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ISROയുടെ ശേഷിയാണ് ഈ പങ്കാളിത്തത്തിന് ഇന്ത്യയെ പ്രിയപ്പെട്ട പങ്കാളിയാക്കാൻ നാസ താൽപ്പര്യപ്പെടുന്നത്. ബംഗളൂരുവിൽ നടന്ന ഇന്തോ-US സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9ാം യോഗത്തിലാണ് നാസ ഈ ഔദ്യോഗിക ക്ഷണം മുന്നോട്ട് വെച്ചത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യന്റെ ആദ്യത്തെ ബഹിരാകാശ താവളം സ്ഥാപിച്ച് അവിടെ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഈ മൂൺ ബേസ് പ്രോഗ്രാമിന്റെ പ്രാഥമിക ലക്ഷ്യം. ദക്ഷിണ ധ്രുവത്തിലെ ഗർത്തങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജലമഞ്ഞ് ജീവൻ നിലനിർത്താനും ഭാവിയിൽ റോക്കറ്റ് ഇന്ധന നിർമ്മാണത്തിനും സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് തുടർച്ചയായി ലഭിക്കുന്ന സൂര്യപ്രകാശം സൗരോർജ്ജ ഉൽപ്പാദനത്തിന് അനുയോജ്യമാണ്. ഈ ചാന്ദ്രതാവളം ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്കുള്ള അടിത്തറയായി മാറും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ പങ്കാളിത്തം കൂടുതൽ ദൃഢമാകുന്ന വലിയൊരു ചുവടുവയ്പ്പാണിതെന്ന് US അംബാസഡർ സെർജിയോ ഗോർ വ്യക്തമാക്കി. കുറഞ്ഞ ചെലവിൽ സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് അമേരിക്കയെ പ്രധാനമായും ആകർഷിക്കുന്നത്. 2023 ഏകദേശം 600 കോടിയോളം രൂപ മാത്രം ചെലവിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തതാണ് ISROയിലുള്ള അന്താരാഷ്ട്ര വിശ്വാസ്യത വർദ്ധിപ്പിച്ചത്. വലിയ ബജറ്റുകളില്ലാതെ തന്നെ സങ്കീർണമായ ദൗത്യങ്ങൾ കൃത്യതയോടെ പൂർത്തിയാക്കാൻ ഇന്ത്യക്കുള്ള കഴിവ് ഇതിനോടകം അങ്ങനെ തെളിയിക്കപ്പെട്ടതാണ്. ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ചാന്ദ്രതാവളത്തിന്റെ നിർമ്മാണത്തിന് വൻ തുക ചെലവാകും എന്നതിനാൽ ചെലവ് നിയന്ത്രിക്കാനും കൃത്യതയുടെ ലക്ഷ്യം കാണാനും നാസയ്ക്ക് ISROയുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. നാസ ലക്ഷ്യമിടുന്ന ചാന്ദ്രതാവളം ഒരൊറ്റത്തവണ ദൗത്യമാകില്ല. ബഹിരാകാശ യാത്രികർക്ക് ദീർഘകാല താമസത്തിനും ശാസ്ത്രീയ ഗവേഷണം നടത്താനും കഴിയുന്ന തരത്തിൽ താമസ സൗകര്യങ്ങൾ, ഊർജ്ജ സംവിധാനങ്ങൾ, റോവറുകൾ, ജീവൻ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ എന്നിവ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കേണ്ടി വരും. നിരവധി മനുഷ്യരഹിത ദൗത്യങ്ങളിലൂടെ ആയിരിക്കും ഈ പദ്ധതി മുന്നോട്ട് പോവുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവമാണ് ഈ പദ്ധതിയിൽ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. സ്ഥിരമായി നിഴലിൽ കഴിയുന്ന ചില ഗർത്തങ്ങളിൽ ജലമഞ്ഞ് നിലനിൽക്കുന്നതായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഭാവിയിൽ മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതിനും ചന്ദ്രനിൽ തന്നെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് സങ്കീർണമായ ദൗത്യങ്ങൾ രൂപകൽപ്പന ചെയ്യാനും വിക്ഷേപിക്കാനും പ്രവർത്തിപ്പിക്കാനും ഇന്ത്യ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് നാസയെ പ്രധാനമായും ആകർഷിക്കുന്നത്. 2030 മുൻപായി ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനും ഒരു ലൂണാർ റിസർച്ച് സ്റ്റേഷൻ നിർമ്മിക്കാൻ ചൈനയും പദ്ധതിയിടുന്നുണ്ട്. ചൈനയുടെ ഈ നീക്കം നാസയുടെ ആർട്ടിമിസ് ദൗത്യത്തിന് വലിയ മത്സരമാണ് ഉയർത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് അമേരിക്ക ഇന്ത്യയുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പങ്കാളിത്തത്തിലൂടെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലടക്കം ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ബഹിരാകാശ നിലയങ്ങൾ, ജീവൻ നിലനിർത്താനുള്ള സാങ്കേതിക വിദ്യകൾ, ചാന്ദ്ര വിഭവങ്ങളുടെ ഉപയോഗം എന്നിവയിൽ അത്യാധുനിക അറിവുകൾ ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയുടെ ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മാണത്തിനും 2027 ഗഗൻയാൻ ദൗത്യത്തിനും ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാവി ബഹിരാകാശ യാത്രികർക്കായി ISRO ക്രൂ ഐസൊലേഷൻ സൗകര്യവും അസ്ട്രോനോട്ട് ക്വാർട്ടേഴ്സും സജ്ജമാക്കി വരികയാണ്. വെറുതെ പണം വാരിയെറിയുന്ന രാജ്യമല്ല ഇന്ത്യ, മറിച്ച് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വലിയ വിജയങ്ങൾ കൈവരിക്കുന്ന രാജ്യങ്ങളായിരിക്കും ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയിക്കുന്ന സന്ദേശം കൂടിയാണ് ഈ കൂട്ടുകെട്ട് ലോകത്തിന് നൽകുന്നത്.